പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീനാദേവി കുഞ്ഞമ്മയുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്, മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം തോറ്റ് കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥാനാർത്ഥിമാരുടെ പട്ടികയിലാണോ താങ്കളുടെ പേര് എന്ന് സംശയിക്കുന്ന വിധമായിരുന്നു വോട്ടെണ്ണൽ ദിവസത്തെ ചില മാധ്യമ പ്രതികരണങ്ങൾ. വോട്ടെണ്ണി തീരുന്നതിന് മുമ്പ് തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ പരാജയപ്പെട്ടു എന്ന ഒരു ന്യൂസ് കാർഡുകൾ പോലും പല മേജർ ചാനലുകളിൽ പുറത്തു വരികയുണ്ടായി. റിപ്പോർട്ടർ ടി വിയിലൊക്കെ ആണെങ്കിൽ അതൊരു വലിയ ആഘോഷമായിട്ടാണ് റണ്ണിങ് കമൻട്രി പോലെ താങ്കളുടെ പരാജയം വോട്ടെണ്ണി തീരുന്നതിന് മുമ്പേ തന്നെ ആഘോഷിച്ചത്. എന്തായിരുന്നു അതിനൊരു കാരണം? അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ ചാനലുകളുടെ ഒരു അപ്രീതിക്ക് കാരണമാകാനുള്ളൊരു കാരണം എന്താണ്? എനിക്ക് അങ്ങനെ ഞാൻ തോറ്റ് കാണണമെന്നൊരാഗ്രഹം അവർക്ക് ഉള്ളതായിട്ട് ആദ്യമൊന്നും തോന്നിയിട്ടില്ല. പറഞ്ഞ പോലെ വോട്ടെണ്ണലിൻ്റെ ദിവസം കൗണ്ടിങ്ങിൻ്റെ ആ സമയത്ത് ഏറ്റവും അവസാന ഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുവെന്ന് കണ്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു താല്പര്യം എവിടെയോ ഉണ്ട് എന്നൊരു സംശയം തോന്നി. പക്ഷേ ജെനുവനായിട്ട് അങ്ങനെ ഒരു തെറ്റായ വാർത്ത സ്വീകരിച്ചു പോയ മാധ്യമങ്ങളുണ്ട്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ അങ്ങനെയല്ല. അവർക്ക് വലിയ ആഘോഷമായിരുന്നു, വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ ആ സന്തോഷം അവർക്ക് വരാൻ കാരണം അതിന് മുൻപ് ഒരു വിഷയത്തിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിനെതിരെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടവർക്കുള്ളൊരു അപ്രീതിയാണ് എന്നിലേക്കുള്ള അപ്രീതിയായിട്ട് മാറിയതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവർക്ക് അന്നേരം ഉണ്ടായ സന്തോഷം കണ്ടപ്പോൾ, പിന്നീട് ഏറ്റവും അവസാനം റിസൾട്ട് എന്താണെന്ന് കണ്ടപ്പോൾ എനിക്ക് അവരുടെ സന്തോഷം ആലോചിക്കുമ്പോൾ, ഇപ്പോൾ അവരുടെ മാനസികാവസ്ഥ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ശ്രീനാദേവി കുഞ്ഞമ്മ ആദ്യമായി ഒരു സ്റ്റേറ്റ് ലെവൽ ന്യൂസ് പ്രസൻസിലേക്ക് വരുന്നത് AP ജയനെതിരെ പരാതി കൊടുക്കുമ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറി, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി ആരോപണങ്ങൾ തെളിവ് സഹിതം ഉന്നയിച്ച് പാർട്ടി അയാളെ തരം താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്താണ് ആദ്യമായി ഒരു വാർത്താ പ്രാധാന്യം നേടുന്നത്. പക്ഷേ രണ്ടാമത് വാർത്താ പ്രാധാന്യം നേടുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന CPI വനിതാ നേതാവ് എന്ന നിലയിലായിരുന്നു. അപ്പോൾ താങ്കൾ അന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിൽ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും താങ്കൾക്കുണ്ടായിരുന്ന അനുഭവം, താങ്കൾ പൊതിഞ്ഞാണ് പറഞ്ഞിരുന്നത്, ആരുടെയും പേര് പറയാതെ, ചാനലിൻ്റെയോ വിളിച്ച മാധ്യമ പ്രവർത്തകരുടെയോ പേര് പറയാതെ താങ്കളെ ഒരു ഇരയായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെതിരെ ഒരു തുറന്നെഴുത്ത് നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള ഒരു ന്യായീകരണ ക്യാപ്സ്യൂളായി ചിത്രീകരിക്കപ്പെടുകയും മുൻവിധിയോടുകൂടി ആളുകൾ സമീപിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ, നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ട്രോമയ്ക്ക് അപ്പുറമുള്ള എന്തെങ്കിലും ഒരു പേഴ്സണൽ ട്രോമയിലേക്ക് കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അതിൽ അന്ന് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തതുമായി കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ്. അത്തരം കമൻസ് അന്ന് വന്നപ്പോൾ വലിയ രീതിയിലുള്ളൊരു അപമാനിക്കൽ അവിടെ നടന്നിട്ടുണ്ട്. സൈബർ ബുള്ളിങ്ങിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖം അന്നാണ്. അതിനു മുൻപ് ഞാൻ മറ്റു പഴയ പരാതിയുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ദ വേഴ്സ്റ്റ് ഫോം എന്ന് പറയുന്നത് കണ്ടത് ആ ഒരു കാലത്താണ്. ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഈ പറഞ്ഞ DYFIയുടെയും CPMൻ്റെയും CPIയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ളവർ ബോധപൂർവ്വം നടത്തിയ ആക്രമണങ്ങളാണ്. പള്ളിക്കലെ സംബന്ധിച്ച്, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പള്ളിക്കലുള്ള ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെപ്പോലും അവർ വളച്ചൊടിച്ച് മറ്റൊന്നാക്കി എഴുതിക്കൊണ്ട് വലിയ രീതിയിൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ അങ്ങനെ ഒരു തുറന്നെഴുത്ത് ന്യായീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിളിച്ച ചാനൽ ഏതാണ് എന്ന് പിന്നീടൊരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ ആ ചാനൽ ഇതുവരെ അത് നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ റിപ്പോർട്ടർ ചാനലാണ് ഇത് പറഞ്ഞത് എന്നുള്ളതിൻ്റെ പ്രതിഷേധമാണല്ലോ, അതിൻ്റെ ഒരു പ്രതികാര നടപടിയാണല്ലോ. ഞാൻ തോറ്റു എന്നുള്ളത്, തോൽക്കാത്ത എന്നെ തോൽപ്പിച്ച് ഒരു നിമിഷത്തെ ഒരു ആനന്ദം പങ്കുവെച്ചുകൊണ്ട് ആഹ്ലാദിക്കാൻ, അത്രയും ഒരു ഉന്മാദാവസ്ഥയിലെ ആഹ്ലാദം ഒക്കെ ഒരു ചാനൽ പ്രകടിപ്പിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അത്രയും കഴിവുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അവർ നിഷേധിച്ചിട്ടില്ല. ഇടപെട്ട് ചോദിച്ചോട്ടെ, അങ്ങനെ ഒരു ഉന്മാദാവസ്ഥ പ്രകടിപ്പിച്ച ആ മാധ്യമ പ്രവർത്തക തന്നെയായിരുന്നോ വിളിച്ചത്? അതായത് സുജയ പാർവതി ആയിരുന്നോ വിളിച്ചതെന്ന് ഞാൻ ചോദിക്കും. അല്ല. അപ്പോൾ അങ്ങനെ വിളിച്ച ഒരു മാധ്യമ പ്രവർത്തക ഉള്ള ഒരു സ്ഥാപനം, അവരുടെ പേര് ഞാൻ പറഞ്ഞിട്ടും അത് നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, റിപ്പോർട്ടർ ചാനലിന് ഈ വിഷയത്തിൽ കൃത്യമായ അജണ്ടയുണ്ട്. കാരണം അല്ലെങ്കിൽ എന്നിലേക്കൊരു കോൾ വരേണ്ട ആവശ്യമില്ല. ഇനി കോൾ വന്നാൽ തന്നെ ശരി, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കോൾ എന്തിനാണ്? ഒരു പരാതിയുള്ള ഒരാൾ, പരാതിക്കാരി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നുണ്ട്. അവർ തയ്യാറാകുന്നില്ല എങ്കിൽ അവരവരുടെ സുഹൃത്തുക്കളോട് ആലോചിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരായി തന്നെ. ഇപ്പോൾ എനിക്കൊരാൾക്കെതിരെ പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ കൂടിയാലോചനകൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി നടത്തുകയും ഞാൻ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുകയും ചെയ്യും. അത് ഒരു ചാനലിനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ അന്നൊരു പരാതിയും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ജൂലൈ ലാസ്റ്റ് വീക്ക് തൊട്ട് ലൈവായി നിൽക്കുന്നൊരു വിഷയം.
ഒക്ടോബർ ലാസ്റ്റ് നവംബർ 2nd വീക്ക് വരെയും ഇത് ഭയങ്കര ലൈവായിരുന്നു, നവംബർ 1st വീക്ക് വരെയും. അപ്പോൾ അത്രയും ലൈവായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കാണ് ഈ കോൾ വരുന്നത്. അപ്പോൾ അത്രയും ലൈവായിട്ട് നിൽക്കുമ്പോഴും ഒരു പരാതിക്കാരി ആ ഘട്ടം വരെയും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പം ഒരു പരാതിക്കാരി ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമായി തന്നെ ഉറപ്പായിട്ടും എനിക്കത് വിലയിരുത്തേണ്ടി വരുന്നു. കാരണം അത്രയേറെ മീഡിയ പ്രസൻസ് ഈ വിഷയത്തിന് റിപ്പോർട്ടർ ചാനൽ കൊടുത്തിട്ടുണ്ട്. അതും കൊടുത്തിട്ടുള്ളത് വളരെ ഒരു പ്രത്യേകതരം ആംഗിളിലൂടെയാണ് താനും. അപ്പം അങ്ങനെ കൊടുക്കുന്നവർ ഒരു ശരിയായ ഒരു സ്ത്രീ സംരക്ഷണ ചിന്തയോടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം, മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വിളിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനുള്ളിൽ ഒരു പെൺകുട്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കൊണ്ട് പടിയിറങ്ങേണ്ടി വന്നിട്ടും അതിൻ്റെ പേരിൽ യാതൊരു ഇമോഷണൽ ബോണ്ടിങ്ങും ആ ഒരു മാധ്യമപ്രവർത്തക അവിടെ വർക്ക് ചെയ്ത സ്വന്തം സഹപ്രവർത്തകയോടില്ല എന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായിട്ടും ഒരു അജണ്ട ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പരാതിക്കാരെ അന്വേഷിച്ചിറങ്ങിയത്. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു യുവതിയുടെ വേദന അല്ലെങ്കിൽ വിഷമത്തിൽ ഒരു കൈത്താങ്ങാകാൻ വേണ്ടിയാണ് അവർ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ ഭാഗത്തുണ്ടായ ആ ഒരു നടപടിയാണ് പിന്നീട് അങ്ങോട്ട് മുൻപോട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് ലൈവുമായി താങ്കൾ പ്രത്യക്ഷപ്പെട്ടു. അവിടെയും താങ്കൾ രാഹുലിനെ ന്യായീകരിക്കുന്ന നിലപാടെടുത്തു, അല്ലെങ്കിൽ താൻ അതിജീവിതനൊപ്പമാണ് എന്നൊരു പ്രയോഗം അവിടെ നടത്തിയിരുന്നു. അതാണ് പ്രധാനമായും മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് അതിജീവതയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അവർ തന്നെ താങ്കൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കേസെടുത്തിട്ടില്ല അല്ലേ? ഇല്ലെന്നാണ് കേസെടുത്തിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു ഈ റിപ്പോർട്ടറിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ വ്യക്തിമൈസ് ചെയ്യാനുണ്ടായ ആ ശ്രമമാണോ പിന്നീട് അങ്ങോട്ട് ഈ ഒരു സ്റ്റാൻഡുമായി മുമ്പോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്? ഞാനൊരു തേർഡ് പേഴ്സണായിട്ട് ഞാൻ ഔട്ട്സൈഡ് കോൺഗ്രസ് ആയിരുന്നു അന്ന്. അപ്പം ഞാനൊരു പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനകത്തൊരു അജണ്ട ഉണ്ടെന്നുള്ളത് പ്യുവർലി കോമൺ സെൻസ് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിലേക്ക് ഒരു എൻക്വയറി വരുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ നമുക്കൊരു ഉറപ്പ് വരും. കാരണം അന്വേഷിച്ച് നടക്കുന്നുണ്ട്, ഒരാളെ കിട്ടിയാൽ അത് വെച്ച് കുറച്ചുകൂടി ഇത് തന്നെ ഹയസ്റ്റ് ഫോം ഓഫ് സൈബർ പറഞ്ഞ മീഡിയ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഒരാളെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്, അത് മനസ്സിലാക്കി. പക്ഷേ റിപ്പോർട്ടറിൻ്റെ ഒരു അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എന്താണ് തോന്നുന്നത്, അവിടെ ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നും. മാത്രമല്ല ഒരാളിങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ നാളെ നമ്മുടെ പാർട്ടിയിലുള്ള, ഞാൻ CPI ആണ്, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഒരാളാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നത് എങ്കിലും ഒരാളെ പരാതിക്കാരെ അന്വേഷിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ എനിക്കത് കോൺഗ്രസിൽ വരുന്നതിന് മുൻപുള്ളൊരു അനുഭവമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കൂടി നമ്മൾ പ്രതികരിക്കേണ്ടതാണ്, ഒരു വനിത എന്നുള്ള നിലയിൽ പ്രതികരിക്കേണ്ടതാണ് എന്ന് തോന്നിയത് തന്നെയാണ് അത്തരം ഒരു കോൾ എനിക്ക് വന്നപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് എന്നെ നയിച്ചത്. അങ്ങനെ നയിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഭാഗമാകുന്നത്. അങ്ങനെ ഞാൻ ഈ വിഷയത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടല്ല ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് വരുന്നത്. റിപ്പോർട്ടിൻ്റെ റോൾ അവിടെ കഴിഞ്ഞു, വിളിച്ചു, അത് അവിടെ അവസാനിച്ചു. ഇനി എനിക്ക് അവരുമായിട്ട് നിലവിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഒരു ഇച്ഛാണ് അന്നത്തെ ആ ഇൻസിഡന്റ് ഉണ്ടാക്കിയ ഒരു ഫീലിംഗ് ഓഫ് ഇച്ഛാണ് ഇപ്പോഴും ഇത് പുറത്തു വരുന്നത്. അതെ അതെ. കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനൽ കാണിച്ച തികഞ്ഞ അധാർമികതയെക്കുറിച്ചാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കേരള സ്പീക്സ് പൊളിറ്റിക്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ഇതൊരു വ്യക്തിക്കുണ്ടായ മനോവിഷമമായി മാത്രം കാണാനാവില്ല, മറിച്ച് മാധ്യമ ധാർമ്മികതയുടെ അടിത്തറയിളക്കുന്ന സംഭവമാണിത്. CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയ വെളിപ്പെടുത്തൽ അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വേണ്ടത്ര ഗൗരവത്തോടെ കാണാതിരുന്നത് ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാനല്ല, മറിച്ച് തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവർ അന്ന് ഫേസ്ബുക്കിൽ ആ തുറന്നെഴുത്ത് നടത്തിയത്. റിപ്പോർട്ടർ ചാനലിലെ ഒരു വനിതാ മാധ്യമപ്രവർത്തക അന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ആണുങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൊള്ളൂ, രാഹുലിന്റെ പീഡനത്തിന് ഇരയായ വ്യക്തിയാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തനിക്ക് അത്തരം യാതൊരു അനുഭവങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഒരു ഇരയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകയുടെയും ആ സ്ഥാപനത്തിന്റെയും അധാർമികതയെയാണ് ശ്രീനാദേവി ചോദ്യം ചെയ്തത്. പിന്നീട് CPI വിട്ട് കോൺഗ്രസിൽ വന്ന ശ്രീനാദേവിക്ക് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചപ്പോൾ CPIയുടെ കോട്ടയായ പള്ളിക്കലിൽ തന്നെ മത്സരിക്കണമെന്ന് ശ്രീനാദേവി നിർബന്ധം പിടിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ദിവസം ശ്രീനാദേവി ഗംഭീരമായി തോറ്റു എന്ന് റിപ്പോർട്ടർ TVയിൽ ആഘോഷമായി സുജയ പാർവതി പ്രഖ്യാപിക്കുന്നത് കേരളം കണ്ടതാണ്. എന്നാൽ ഫലം വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീനാദേവി വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്.
ശ്രീനാദേവി ഇലക്ഷനിൽ തോറ്റു എന്ന് പറഞ്ഞ് ആഘോഷിച്ച റിപ്പോർട്ടർ ചാനലിനും സുജയ്ക്കും ഒടുവിൽ അവർ ജയിച്ചു എന്ന് തിരുത്തി പറയേണ്ടി വന്നു. ശ്രീനാദേവിയുടെ വിജയം ചാനൽ പ്രവർത്തകരെയും സ്ഥാപനത്തെയും ഏറെ വിഷമിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെപ്പറ്റിയും അഭിമുഖത്തിൽ അവർ സംസാരിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ടിവിയുടെ പ്രത്യേക അജണ്ടകളെയും തന്നെ ദ്രോഹിച്ച നിലപാടുകളെയും പറ്റി ശ്രീനാദേവി അഭിമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാനായി കേരള സ്പീക്സ് പൊളിറ്റിക്സ് എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.